ഹലോ മകളെ, CUT 2024 എക്സാം തുടങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രം. അഡ്മിറ്റ് കാർഡ് ഓൾറെഡി റിലീസ്ഡ് ആണ്. ഇനി ആരെങ്കിലും അഡ്മിറ്റ് കാർഡ് പ്രിന്റ് ഔട്ട് എടുക്കാൻ മിസ്സായിട്ടുണ്ടെങ്കിൽ, വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ പോയി പ്രിന്റ് ഔട്ട് എടുത്തോളൂ. അഡ്മിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട് എക്സാം നിങ്ങൾ എഴുതാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ മക്കളും ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കൃത്യമായി കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. കാരണം ഇറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാം പോലും എഴുതാൻ സാധിച്ചു എന്ന് വരില്ല. ഫസ്റ്റ് പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോയും നിങ്ങളുടെ കാര്യങ്ങളും എല്ലാം, പിന്നെ അതുപോലെ തന്നെ എക്സാം സെന്റേഴ്സ് ഒക്കെ വരുന്നതാണല്ലോ ഫസ്റ്റ് പേജ്. അത് കഴിഞ്ഞ് സെക്കൻഡ് പേജിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു അണ്ടർടേക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ ഒരു സെൽഫ് ഡിക്ലറേഷൻ ചെയ്യുന്ന ഒരു കാര്യം. അവിടെ നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതുന്ന സ്ഥലങ്ങൾ അതെല്ലാം ഫില്ല് ചെയ്തിട്ട് താഴെ സൈൻ ചെയ്യുന്ന ഒരു ചെറിയൊരു സെഷൻ ഉണ്ട് അല്ലെ, കാൻഡിഡേറ്റ് സിഗ്നേച്ചർ എന്ന് പറയുന്ന ഒരു സെക്ഷൻ. അത് നിങ്ങൾ സൈൻ ചെയ്യരുത്. അത് നിങ്ങൾ വീട്ടിൽ നിന്ന് ഫില്ല് ചെയ്യാനുള്ളതല്ല. ബാക്കിയെല്ലാം നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഫില്ല് ചെയ്ത് തന്നെ എക്സാമിനേഷനിൽ കൊണ്ടുപോകാം. പക്ഷേ ആ സിഗ്നേച്ചർ മാത്രം നിങ്ങൾ ചെയ്യരുത്. അത് നിങ്ങളുടെ എക്സാമിനേഷൻ സെന്ററിൽ പോയി അവിടെ നമ്മുടെ ഇൻവിജിലേറ്ററിന്റെ പ്രസൻസിലാണ് നിങ്ങൾ അത് സിഗ്നേച്ചർ ചെയ്യേണ്ടത്. ആരും എന്താ പറയുക ചാടിക്കേറി സൈൻ ചെയ്യരുത്. അപ്പൊ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഒന്നോ രണ്ടോ പ്രിന്റ് ഔട്ട് എടുത്തോളൂ. കാരണം ഏതെങ്കിലും കാരണവശാൽ മിസ്റ്റേക്ക് സംഭവിച്ചാൽ നിങ്ങൾക്ക് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു അഡ്മിറ്റ് കാർഡ് കൂടി കയ്യിലുണ്ട് എങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചാൽ നിങ്ങൾക്ക് ഈ രണ്ടാമത്തെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യം, പല സെഷൻസ് ആയിട്ടാണല്ലോ ഈ എക്സാം നടക്കുന്നത്. അപ്പോൾ ഓരോ സെഷനിലും നിങ്ങൾക്ക് സെപ്പറേറ്റ് അറ്റൻഡൻസ് ഷീറ്റ് ആണ്. അപ്പോൾ അറ്റൻഡൻസ് ഷീറ്റിൽ നിങ്ങൾ ഈ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്ര സബ്ജക്റ്റ് എഴുതുന്നോ, എത്ര സെഷൻസ് എന്നല്ല, എത്ര സബ്ജക്റ്റ് എഴുതുന്നോ ആ ഓരോ സബ്ജക്റ്റിനനുസരിച്ചും ഫോട്ടോഗ്രാഫ്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം. ഫോർ എക്സാമ്പിൾ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ജനറൽ ടെസ്റ്റ് ആൻഡ് ഇംഗ്ലീഷ്, ഇങ്ങനെയുള്ള 5 എക്സാം എഴുതുന്ന ഒരു കുട്ടിയുടെ കയ്യിൽ 5 പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടായിരിക്കണം. അപ്പൊ എത്ര സബ്ജക്ട് നിങ്ങൾ എഴുതുന്നോ അത്രയും പാസ്പോർട്ട് സൈസ് ഫോട്ടോ കയ്യിൽ കരുതിയിരിക്കണം. ഇത് ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, നിങ്ങൾ 50 ക്വസ്റ്റ്യൻസിൽ 40 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതിയാകും. എക്സെപ്റ്റ് ജനറൽ പേപ്പർ. ജനറൽ ടെസ്റ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ 60 ക്വസ്റ്റ്യൻസിൽ 50 ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതിയാകും. അപ്പൊ പലരുടെയും ഒരു ഡൗട്ട് ഉണ്ട്, 40-ൽ കൂടുതൽ എഴുതിയാൽ എന്ത് സംഭവിക്കും, ജനറലിൽ 50-ൽ കൂടുതൽ എഴുതിയാൽ എന്ത് സംഭവിക്കും? അത് വേറെ ഒന്നും അല്ല അവിടെ സംഭവിക്കാൻ പോകുന്നത്. ആദ്യത്തെ 40 ക്വസ്റ്റ്യൻസ് മാത്രമേ വാല്യൂ ചെയ്യത്തുള്ളൂ. അപ്പൊ നിങ്ങൾ എഴുതുന്ന 41ാമത്തെ ചോദ്യം അത് ശരിയാണെങ്കിൽ പോലും അത് കാൽക്കുലേഷനിൽ വരില്ല, നിങ്ങളുടെ മാർക്കായിട്ട് അത് മാറത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന, കൃത്യമായി ആൻസർ അറിയാവുന്ന 40 ചോദ്യങ്ങൾ മാത്രമേ നിങ്ങൾ ആൻസർ ഷീറ്റിൽ OMR ബബിൾ ചെയ്യാവൂ. വെറുതെ നിങ്ങൾ കറക്കി കുത്തി അല്ലെങ്കിൽ നിങ്ങൾക്ക് 41, 42 കിടക്കട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഇനി മാർക്ക് ചെയ്താൽ പോലും അത് വാല്യൂ ചെയ്യില്ല. അത് ജനറൽ ടെസ്റ്റിലാണെങ്കിൽ ആദ്യത്തെ 50 ക്വസ്റ്റ്യൻസ് മാത്രമേ വാല്യൂ ചെയ്യത്തുള്ളൂ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കൃത്യമായിട്ട് നിങ്ങൾ ഓർമ്മിച്ച് വെച്ചേക്കണം. നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അല്ലല്ലോ ആദ്യത്തെ ഒന്നും, അതെല്ലാം OMR ഷീറ്റിലാണ് വരുന്നത്. അതുകൊണ്ട് ഇത് കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത്, എന്തൊക്കെ നമുക്ക് എക്സാം ഹാളിൽ പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഒന്ന്, നിങ്ങൾക്ക് നിങ്ങളുടെ പേന, ഒരു നല്ലൊരു ബോൾ പെൻ പേന നിങ്ങൾക്ക് കൊണ്ടുപോകാം. രണ്ടാമത്തത്, ഒരു ക്ലിയർ ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽ, അതായത് സ്റ്റിക്കേഴ്സ് ഒന്നും ഒട്ടിച്ചിട്ടില്ലാത്ത, ഒന്നും തന്നെ എഴുതിയിട്ടില്ലാത്ത ഒരു ക്ലിയർ ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എക്സാം തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം ഹാളിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഫ്രഷ് ആവണം അല്ലെങ്കിൽ വാഷ്റൂം യൂസ് ചെയ്യണമെന്ന് തോന്നുകയാണ്, പക്ഷെ നിങ്ങൾക്ക് പോകാനായിട്ട് അനുവാദമില്ല. അതുകൊണ്ട് തന്നെ എക്സാം ഹാളിൽ കയറുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നിങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് വേണം എക്സാം ഹാളിലേക്ക് കയറേണ്ടത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ബയോളജി അധ്യാപകൻ എന്ന രീതിയിൽ ഒരു പോയിന്റ് കൂടി ഒന്ന് പറഞ്ഞു തരാം. നിങ്ങൾ ഒരു കാരണവശാലും എക്സാമിന് 1 മണിക്കൂർ മുന്നേ എങ്കിലും ചായ കുടിക്കാതിരിക്കുക. കാരണം ചായ, കോഫി എന്നൊക്കെ പറയുന്നത് ഇത് യൂറിനേഷനെ കുറച്ചൊന്ന് എന്താ പറയുക എൻഹാൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു 10 മണിക്ക് ചായ കുടിച്ചു കഴിഞ്ഞാൽ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ നമുക്കൊന്ന് യൂറിനേറ്റ് ചെയ്യാൻ തോന്നും. അപ്പൊ അതുകൊണ്ട് ചെറുതായിട്ട് സാധാരണ ഒരു വാട്ടർ ബോട്ടിൽ വെള്ളം മാത്രം കുടിച്ചാൽ മതി. ചായ മാക്സിമം ഒഴിവാക്കുക, ചായ കോഫിയൊക്കെ ഒന്ന് ഒഴിവാക്കുക. ഇനി ഈ സെഷൻസ് നടക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ രാവിലെ നിങ്ങൾക്ക് 2 എക്സാം ഉണ്ടെന്ന് വിചാരിക്കുക, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി 2 എക്സാം ഉണ്ട് എന്ന് വിചാരിക്കുക.
ഇതിനിടയിൽ സെഷൻ ബ്രേക്ക് വരും അല്ലെ. പക്ഷെ ഈ സെഷൻ ബ്രേക്കിൽ പോലും ഈ 2 എക്സാമും എഴുതാനുള്ള ഒരു കുട്ടിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ അനുവാദമില്ല. അപ്പോൾ മുഴുവൻ, അതായത് രാവിലെ കയറി കഴിഞ്ഞാൽ ആ 2 എക്സാമും കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കൂ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ്. ഇതെല്ലാവരും ഓർത്തിരിക്കുക. ഇതിന്റെ ഇടയിൽ ബ്രേക്കിൽ ചാടി കയറി പുറത്ത് പോകാമെന്നൊന്നും വിചാരിക്കേണ്ട, അതൊന്നും സാധിക്കില്ല കേട്ടോ. അപ്പൊ ഈ 2 എക്സാംസ് എഴുതിയതിനു ശേഷമേ നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ. എക്സാമിനേഷന് പോകുമ്പോൾ നിങ്ങൾ അഡ്മിറ്റ് കാർഡ് നിങ്ങളുടെ കയ്യിൽ കരുതാം എന്ന് പറഞ്ഞതുപോലെ അതിനോടൊപ്പം കൊണ്ടുപോകേണ്ട, നിശ്ചയമായും കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഫോട്ടോ ഉള്ള ID കാർഡ് എന്ന് പറയുന്നത്. ആധാറോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസോ ഏതെന്ന് വെച്ചാൽ ഏതാണോ നിങ്ങൾ കൊണ്ടുപോകുന്നത് അത് തന്നെ കൃത്യമായിട്ട് എല്ലാ ദിവസവും അഡ്മിറ്റ് കാർഡിനോടൊപ്പം ഈ ഒരു ഫോട്ടോ ID കാർഡ് കൂടി കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം. ഉറപ്പായിട്ടും കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കില്ല. അതുപോലെ തന്നെ നിങ്ങൾ കൊണ്ടുപോകുന്ന ഫോട്ടോഗ്രാഫ്, അത് നമ്മൾ ഏതാണോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തത് അത് തന്നെ ആയിരിക്കണം നിങ്ങൾ ഏതിന് കൊണ്ടുപോകേണ്ടത്. ഈ പറയുന്ന ഫോട്ടോഗ്രാഫ് കൊണ്ടുപോകുമ്പോൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോഗ്രാഫ് തന്നെ ആയിരിക്കണം. അവിടെ ഡിഫറൻസ് ഒന്നും വരാൻ പാടില്ല, കൃത്യമായിട്ട് അത് തന്നെ ആയിരിക്കണം കേട്ടോ. ഇനി രണ്ടാമത് ഞാൻ പറഞ്ഞല്ലോ, ആധാർ കാർഡും അല്ലെങ്കിൽ ID കാർഡൊക്കെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ചില കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ട്, അതായത് ഈ അറ്റസ്റ്റ് ചെയ്തത് മതിയാകുമോ അല്ലെങ്കിൽ ഫോണിൽ കാണിച്ചു കൊടുത്താൽ മതിയാകുമോ എന്ന്. അതൊന്നും അവിടെ വാലിഡ് അല്ല. അപ്പൊ അതൊന്നും നിങ്ങൾ കൊണ്ടുപോയിട്ട് കാര്യമില്ല. അറ്റസ്റ്റ് ചെയ്ത കോപ്പികളോ അല്ലെങ്കിൽ ഫോട്ടോ നമ്മുടെ മൊബൈലിൽ കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചാൽ അതൊന്നും സാധിക്കില്ല കേട്ടോ. അപ്പൊ അതൊന്നും അലൗഡ് അല്ല. കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ തന്നെ അതിന്റെ ഹാർഡ് കോപ്പി ഉണ്ടായിരിക്കണം. അത് തന്നെ ആയിരിക്കണം നിങ്ങൾ അവിടെ കാണിക്കേണ്ടത്. ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് മെഡിക്കൽ റിലാക്സേഷൻ വേണം, ഇപ്പൊ PWD കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് വേണ്ട ഈ മെഡിക്കൽ റിലാക്സേഷന് വേണ്ട സർട്ടിഫിക്കറ്റ്സ്, ആ ഡോക്യുമെന്റ്സ് കൃത്യമായിട്ടും നിങ്ങളുടെ കയ്യിൽ കരുതിയിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമേ ആ റിലാക്സേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ജനറലി നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. ഈ പോയിന്റ്സ് എല്ലാം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നീറ്റ് എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ ഓൾറെഡി എഴുതി നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായ മക്കളാണ്. അവിടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കുക, സെൽഫായിട്ടൊന്ന് അനലൈസ് ചെയ്യുക. അവിടെ ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു രണ്ടാമത്തെ സുവർണാവസരമാണ് CUT എൻട്രൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ അവസരം നല്ല രീതിയിൽ തന്നെ നിങ്ങൾ വിനിയോഗിക്കുക. ഈ ഒരു എക്സാമിനേഷന് പോകുമ്പോൾ നമുക്ക് എവിടെയാണോ പാളിച്ചകൾ സംഭവിച്ചത് അതെല്ലാം കൃത്യമായി മനസ്സിലാക്കി അതെല്ലാം റെക്ടിഫൈ ചെയ്തുകൊണ്ട് കൃത്യമായ പ്രിപ്പറേഷനോടുകൂടി CUT എൻട്രൻസിനെ നിങ്ങൾ അഭിമുഖീകരിക്കുക. യാതൊരു ടെൻഷനും വേണ്ട. +2 സിലബസ് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടുന്ന് ഇവിടുന്നൊക്കെ നമ്മൾ ജനറൽ ടൈപ്പ് ക്വസ്റ്റ്യൻസും വരാം. എന്നാൽ പോലും 99% ക്വസ്റ്റ്യൻസും +2 സിലബസ് സ്റ്റിക്ക് ഓൺ ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അവിടെ വേറെ യാതൊരു രീതിയിലുള്ള ടെൻഷൻസും വേണ്ട മക്കളെ. നല്ല രീതിയിൽ പോയി കൃത്യമായിട്ടും എക്സാം അറ്റൻഡ് ചെയ്യൂ. നിങ്ങളെ കൊണ്ട് സാധിക്കും, നിങ്ങളെ കൊണ്ടേ സാധിക്കൂ. നല്ല രീതിയിൽ നിങ്ങൾക്ക് മികച്ച റാങ്ക് ലഭിക്കാൻ ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്യൂ. ടെൻഷൻസ് ഒന്നും വേണ്ട. ടെൻഷൻസ് നിങ്ങളുടെ മാർക്ക് വീണ്ടും താഴേക്ക് കൊണ്ടുപോകത്തുള്ളൂ. ഒരു കാര്യം കൂടി, കറക്കിക്കുത്തി നിങ്ങൾക്ക് റാങ്ക് വാങ്ങിക്കാം എന്ന് വിചാരിക്കേണ്ട. നല്ല രീതിയിൽ പഠിച്ചു തന്നെ ആൻസർ ചെയ്യുക. നല്ല രീതിയിൽ കോൺഫിഡന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം മാർക്ക് ചെയ്ത് നല്ല രീതിയിൽ നെഗറ്റീവ് എല്ലാം ഒഴിവാക്കി കൃത്യമായിട്ടുള്ള റാങ്ക് വാങ്ങിച്ച് ഫുൾ മാർക്കോട് കൂടി നമുക്ക് മുന്നേറാം. അപ്പോ നല്ലൊരു റാങ്ക് ലഭിക്കട്ടെ, നല്ല രീതിയിൽ എക്സാം എഴുതാൻ സാധിക്കട്ടെ, ഈസി ആയിരിക്കട്ടെ എക്സാം എന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അപ്പൊ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. Then bye.